ഹായ് ഹലോ നമസ്കാരം ഗൈസ്. ഞാനീ പറയാൻ പോകുന്നത് ഒരുപക്ഷെ രേണുവിൻ്റെ ഫാൻസിനെ ഇഷ്ടപ്പെടില്ല. ബട്ട് ഞാൻ ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്. രേണു സുധിക്ക് അതിൻ്റെ ഉള്ളിൽ പറ്റുന്നില്ല. രേണു ഒരു ബി മെറ്റീരിയൽ അല്ല. ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ എ ബി മെറ്റീരിയൽ. ഒരു കാര്യം ഞാൻ പറയാം, രേണുവിന് പരദൂഷണം പറയുക, ബാക്ക് സ്റ്റാബ് ചെയ്യുക, ഇല്ലാത്ത കാര്യം പറയുക, വഴക്കുണ്ടാക്കിക്കുക, ഒരാൾ കഷ്ടപ്പെടണം കാണുമ്പോൾ സന്തോഷിക്കുക, റിവെഞ്ച്, ഗ്രഡ്ജ് വെച്ച് സംസാരിക്കുക, ഈ മുതലായ പരിപാടികളൊന്നും ആ പാവത്തിനില്ല. അത് അതിൻ്റെതായ കാര്യം നോക്കി അങ്ങ് പോവുകയാണ്. രേണുവിന് ഉറപ്പായിട്ടും തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ പലർക്കും എനിക്കും പുറത്ത് നിന്നിരുന്നെങ്കിൽ ഇത് ഇതിൽ കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയേനെ എന്നുള്ളത്. രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണുവിൻ്റെ മൈൻഡ് ടോട്ടലി ഡെഡാണ്. ആൻഡ് ആള് പറയുന്നുണ്ട് പിള്ളേര് സുധിച്ചേട്ടനെ ടി വിയിൽ കണ്ടിട്ട് ആള് നിലവിലില്ല എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ അതേപോലെ തന്നെ രേണുവിനെ ടി വിയിൽ കാണുമ്പോൾ പിള്ളേർ എങ്ങനെ ചിന്തിക്കോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയാണ്, ആ ഒരു ഫീലിങ്ങിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അത് മാത്രമല്ല, എൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഞാൻ പറയുന്ന ഈ മെന്റലി ഉണ്ടാവുന്ന ഒരു സ്റ്റക്ക് പലർക്കും ടേക്കപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലർ കയറി വരും, ചിലർ കയറി വരാൻ പറ്റത്തില്ല. പക്ഷെ രേണു മാക്സിമം ശ്രമിച്ചു കയറി വരാനായിട്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ കയറി ഇടപെടുകയും ഡാൻസ് ചെയ്യുകയും, മസ്താനി ചൂടായപ്പോൾ ഡാൻസ് ചെയ്യുക, പ്രൊവോക്ക് ചെയ്തപ്പോൾ ഡാൻസ് ചെയ്ത് സംസാരിക്കുകയും, ഇത്രയും ക്യാമറാസ് കാണാതെ എങ്ങനെ ഇരിക്കണം എന്ന് പറയുമ്പോൾ കഴിവെന്നൊക്കെ പറയും. അതിനെ തമാശയായിട്ടൊക്കെ എടുത്തു. പക്ഷെ മനുഷ്യാവസ്ഥയല്ലേ, ആ പാവത്തിന് പറ്റുന്നില്ല. അപ്പം ഇന്ന് തന്നെ ലൈവിൽ കുറെ പ്രാവശ്യം പറയുന്നുണ്ട് പറ്റുന്നില്ല പോണം. ഒന്നില്ലെങ്കിൽ പ്രേക്ഷകർ വോട്ട് ചെയ്ത് ആ പാവത്തിനെ പിടിച്ച് പുറത്തേക്ക് എടുക്കുക. അതല്ലെങ്കിൽ ബിഗ് ബോസും ലാലേട്ടനും വരുന്ന സമയത്ത് ആൾക്ക് നെവിന് വാതിൽ തുറന്ന മാതിരി വാതിൽ തുറന്ന് അങ്ങ് പോയിക്കോട്ടെ, അത് പുറത്ത് പോയിക്കോട്ടെ. പറ്റാത്തവർ എന്തിനാണ് നിർബന്ധിച്ച് അതിൻ്റെ ഉള്ളിൽ പിടിച്ചിരുത്തുന്നത്? നെഗറ്റീവ് കണ്ടന്റും പോസിറ്റീവ് കണ്ടന്റും കൊടുക്കുന്നവർ അവിടെ നിൽക്കട്ടെ, പറ്റുന്നില്ല എന്ന് പറയുന്നവരെ പുറത്തോട്ട് പോട്ടെ. പക്ഷെ ഇവിടെ രണ്ട് വിഷയം ഡബിൾ മൈൻഡാണ്. നിന്നാൽ അത്ര എല്ലാവരും അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് എന്തിനാണ്? ചിലർ ഫേമിനാണ് വന്നിരിക്കുന്നത്, ചിലർ പൈസയ്ക്കാണ് വന്നിരിക്കുന്നത്, ചിലർ രണ്ടിനുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രേണുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം രേണുവിന്റെ ഉദ്ദേശം എന്താണ്. രേണുവിന് കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യാനായിട്ട് പൈസ തന്നെയാണ് അവിടെ നിൽക്കുമ്പോൾ വേണ്ടത്. പിന്നെ ഒരു ലെവൽ കൂടുതലും കൂടെ ആവും. അപ്പൊ ആൾ അതുവരെ വേണ്ടാന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോണം എന്ന് പറയുമ്പോൾ പുറത്തേക്ക് വിടുന്നതല്ലേ നല്ലത്? എന്തുകൊണ്ടും അത് തന്നെയാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ അത് റിസർവ് ചെയ്യുന്നുണ്ട്. എനിക്ക് പോണം എന്ന് പറയുമ്പോൾ ബിഗ് ബോസിന് അത് ടേക്കപ്പ് ചെയ്യാം. ലാലേട്ടനും പറയുന്നുണ്ട് പോണം എന്ന് പറയുമ്പോൾ വീട്ടിലോട്ട് പറഞ്ഞു വിടും എന്നുള്ളത്. ഇത് വിഷയം എന്ന് വെച്ചാൽ ലാലേട്ടൻ ചോദിക്കുമ്പോൾ മിണ്ടില്ല. ഇല്ല ലാലേട്ട കുഴപ്പമൊന്നുമില്ല. അത് മേ ബി ആ സമയത്തുള്ള ഒരു മെന്റൽ ധൈര്യമായിരിക്കും. പക്ഷെ ആൾക്ക് ഒട്ടും പറ്റുന്നില്ല ലിറ്ററലി. ഇനി പൊള്ളി സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വോട്ട് കൊടുത്ത ആളെ പുറത്തേക്ക് എടുത്ത് സേവ് ആക്കിക്കുക എന്നുള്ളതാണ്. ആള് മെന്റലി ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയിട്ട് ആളെ കൊണ്ട് പറ്റുന്നില്ല. ആൾക്ക് പറ്റിയ പരിപാടിയല്ല ഈ അടി കൂടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതൊന്നും. ആളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഒരു കണ്ടന്റ് കോൺട്രിബ്യൂഷൻ ഇല്ല. അത് എത്ര പേർക്ക് ഡൈജസ്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതാണ് സത്യം.